വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്ട്സും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ. ഏവർക്കും VM സൂപ്പർ വാല്യൂവിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. ചേലക്കര വെങ്ങാനല്ലൂർ പരക്കാട് മേഖലയെ മറ്റൊരു മുണ്ടക്കൈ ചൂരൽമലയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ക്വാറി മാഫിയകൾക്കെതിരെ വെങ്ങാനല്ലൂർ പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ക്വാറിക്ക് സമീപം നടത്തിയ പ്രതിഷേധം വെങ്ങാനല്ലൂർ പ്രകൃതി സംരക്ഷണ സമിതി ചെയർമാൻ ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു സമൂഹത്തിന് സർവനാശം വിതയ്ക്കുന്ന ക്വാറി മാഫിയകൾക്കെതിരെ വെങ്ങാനല്ലൂർ പ്രകൃതി സംരക്ഷണ സമിതി ശക്തമായി നിലകൊള്ളുമെന്ന് ഗോപി ചക്കുന്നത്ത്. അധികാരവർഗത്തിൽ പണത്തിന്റെ പ്രസക്തി കൂടിയിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സാധാരണക്കാരായ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ജോസഫ് ഇട്ടിയാരയുടെ ഉടമസ്ഥതയിലുള്ള ക്വാറി ഇപ്പോഴും പ്രവർത്തിക്കുന്നതെന്നും അടിമുടി അഴിമതി നിറഞ്ഞ ക്വാറി മാഫിയ മൂലം ചുറ്റുമുള്ള വീടുകൾ താമസയോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഗോപി ചക്കുന്നത്ത് തുറന്നടിച്ചു. സമസ്ത മേഖലകളിലും ഗാന്ധി നോട്ടിന്റെ പ്രസക്തി കൂടിയിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നും ഈ കോറി ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ കോറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചും വായു മലിനമാക്കിയും പ്രദേശവാസികളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ക്വാറി നിർത്തണമെന്നാവശ്യപ്പെട്ട് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥനായ മനോജിനെ സമീപിച്ചപ്പോൾ വരാൻ വണ്ടിയില്ലെന്നും പെട്രോൾ അടിക്കാൻ പണമില്ലെന്നും MLA ആയാലും മെമ്പറായാലും വരാൻ സൗകര്യമില്ല എന്നുമുള്ള മറുപടിയാണ് തങ്ങൾക്ക് ലഭിച്ചത്. നിരവധി പരാതികൾ ഞങ്ങൾ ജിയോളജിസ്റ്റ് കൊടുക്കുകയും പ്രത്യേകിച്ച് ഈ വാർഡിന്റെ ജനപ്രതിനിധി ജിയോളജിസ്റ്റിനെ വിളിച്ച് 1.5 മാസം വിവരങ്ങൾ അറിയിപ്പിക്കുകയും വളരെ ഗുരുതരമായി നിയമവിരുദ്ധമായി ജനങ്ങളുടെ ജീവന് ഭീഷണിയായി ജനങ്ങൾക്കിവിടെ എന്നേക്കുമായി കുടിവെള്ളം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ വായു മലിനമാക്കിക്കൊണ്ട് നടക്കുന്ന ഈ കോറി നിയമവിരുദ്ധമാണെന്നും താങ്കളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും പറഞ്ഞപ്പോൾ ആ ജിയോളജിസ്റ്റ് പറഞ്ഞത് സർക്കാരിൽ വണ്ടിയില്ല, പെട്രോൾ അടിക്കാൻ കാശില്ല, നിങ്ങൾ MLA ആയാലും ശരി മെമ്പറായാലും ശരി എനിക്ക് വരാൻ സൗകര്യമില്ല. സത്യത്തെ അത്ഭുതം തോന്നുന്നു. ജനാധിപത്യ രാജ്യമല്ലേ നമ്മുടെ ഇന്ത്യ. ജിയോളജി വകുപ്പ് ഓഫീസിലേക്ക് പോയി പരാതിയെക്കുറിച്ച് നേരിട്ട് ബോധിപ്പിച്ചപ്പോഴും വരാൻ സൗകര്യമില്ല എന്നും ക്വാറികൾ നിയമവിരുദ്ധമായല്ല പ്രവർത്തിക്കുന്നതെന്നും വരാനിരിക്കുന്ന ക്വാറികൾക്കെല്ലാം ലൈസൻസ് കൊടുക്കുമെന്നുമാണ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥനായ മനോജ് പറഞ്ഞതെന്നും 2 ദിവസങ്ങൾക്ക് ശേഷം തങ്ങൾക്കെതിരെ പോലീസിൽ കള്ളപ്പരാതി നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾ 1.5 മാസമായില്ലേ നിങ്ങളെ വിളിച്ചിട്ട്, എന്തുകൊണ്ടാണ് അവിടെ വന്നില്ല? പറഞ്ഞ എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് സൗകര്യമില്ല. അവിടെ നിയമവിരുദ്ധമായിട്ട് ഒന്നും നടക്കുന്നില്ല, എല്ലാം നിയമപരമായിട്ടാണ് നടക്കുന്നത്. 4 കോറികൾക്ക് ഞാൻ ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, 7ഓളം കോറികൾ അപേക്ഷയിലുണ്ട്, അതിന് ഞാൻ ലൈസൻസ് കൊടുക്കും. വീണ്ടും 12 കോറികൾ വരാനുണ്ട്, അതിനും ഞാൻ ലൈസൻസ് കൊടുക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉദ്യോഗസ്ഥർ ജനങ്ങളെ വിറ്റുകൊണ്ട് ക്വാറി മാഫിയകൾക്ക് ഒത്താശ ചെയ്യുന്നത് ക്രൂരമായ പ്രവൃത്തിയാണെന്നും അധികാരികൾ പരസ്പരം പഴിചാരി സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന അവസ്ഥയാണുള്ളതെന്നും ഇത്തരത്തിൽ സമൂഹത്തെ ദുരിതമെന്ന ആഘാത ഗർത്തത്തിലേക്ക് തള്ളിവിടുന്ന ക്വാറി മാഫിയകൾക്കും പണം വാങ്ങി ഒത്താശ ചെയ്യുന്ന അധികാരവർഗത്തിനുമെതിരെ ശക്തമായി നിലകൊള്ളുമെന്നും ഗോപി ചക്കുന്നത്ത് വ്യക്തമാക്കി. ജനങ്ങൾ കോടിക്കണക്കിന് രൂപ കൈക്കൂലി മേടിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ച് ഒരു സമൂഹത്തെ തന്നെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഈ ജിയോളജിസ്റ്റ് മനോജ്, പാറ മനോജ് എന്നറിയപ്പെടുന്ന ഈ ജിയോളജിസ്റ്റ് മനോജ് ഈ സമൂഹത്തെ വിറ്റിരിക്കുകയാണ്. ഇനി എവിടെ പോയി പരാതി കൊടുത്താലും, പോലീസ് പോയി ഒരു പരാതി കൊടുത്താൽ പോലീസ് അപ്പം പറയും, അയ്യോ അത് പഞ്ചായത്ത് പറയൂ, അല്ലെങ്കിൽ RTOയോട് പറയൂ, അല്ലെങ്കിൽ ജിയോളജിസ്റ്റോട് പറയൂ. ജിയോളജി പോയി പരാതി കൊടുത്താൽ ജിയോളജി പറയും, നിങ്ങൾ പോലീസിനോട് പറയൂ, അല്ലെങ്കിൽ പഞ്ചായത്തിനോട് പറയും. പരസ്പരം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട, ജനങ്ങളുടെ ശമ്പളം പറ്റി ജീവിക്കുന്ന ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ജനങ്ങളെ വിറ്റ് കാശാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിലുള്ളത്. സമരസമിതി ജനറൽ കൺവീനറും 2ാം വാർഡ് മെമ്പറുമായ വിനോദ് പന്തലാടിയും അധ്യക്ഷത വഹിച്ചു. എത്ര മനോഹരമായ ഒരു ഗ്രാമമാണ് നമ്മുടെ വെങ്ങാനല്ലൂർ എന്ന് പറയുന്നത്. ആ ഗ്രാമത്തിന്റെ ഭംഗിയും പ്രകൃതി ഭംഗിയും അതിന്റെ മനോഹാരിതയും നമ്മുടെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതവും എല്ലാം തകർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു കോറി ഇവിടെ വന്നിരിക്കുകയാണ്. അത് വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ മനസ്സമാധാനം. വീടുകളിൽ, അതിനോട് ചേർന്ന് വീടുകളിൽ വിള്ളൽ വീഴുന്നു, ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഭൂമി കുലുങ്ങുന്നു. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അവരോട് സംസാരിച്ച് ഇതിനെല്ലാം ഞങ്ങളിതെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ അടുത്ത് നിന്ന് പോയിട്ട് ചേലക്കര പഞ്ചായത്ത് അവരെ വിളിച്ചപ്പോഴും പഞ്ചായത്ത് കമ്മിറ്റിയോടും അവരിങ്ങനെ പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അവർ പോയിട്ട് അതിന്റെ ഇരട്ടിയായിട്ട് ഈ സ്ഫോടനം നടത്തുക, ഇരട്ടിയായിട്ട് കല്ലുകൾ കൊണ്ടുപോവുക, തൂക്കം തെറ്റിച്ച് കല്ലുകൾ കൊണ്ടുപോവുക, ഇത്തരം കാര്യങ്ങളാണ്, തികച്ചും നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് അവരോട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കാർക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവരോട് ഉണ്ടാക്കി കൊടുക്കുന്നത്.
സമരസമിതി കൺവീനറും 4ാം വാർഡ് മെമ്പറുമായ ഗീത ഉണ്ണികൃഷ്ണൻ, 3ാം വാർഡ് മെമ്പർ എലിശ്ശേരി വിശ്വനാഥൻ, സമരസമിതി സെക്രട്ടറിയും പാടശേഖര സമിതി സെക്രട്ടറിയുമായ അശോകൻ കൊട്ടാരം മഠം, സമരസമിതി കോർഡിനേറ്റർ ശ്രീകാന്ത് മുണ്ടയ്ക്കൽ, സജീവൻ ഉണ്ണിക്കുട്ടൻ, ജോഷി പരക്കാട്ട്, കുട്ടിനാരായണൻ കുങ്കുമത്തെ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ സമരസമിതി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ് എന്ന തിരിച്ചറിവിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. പൊതുജനങ്ങൾക്ക് ശല്യമായിട്ട് തന്നെയാണ് ഈ കോറി പ്രവർത്തിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. സ്വാഭാവികമായും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇതിനേക്കാൾ കൂടുതൽ കോറികൾ പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ കോറികൾ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ കുഴി അടിച്ച് ഒരു കുഴി പൊട്ടിച്ച് അത് തല്ലിക്കയറ്റി ഒക്കെയാണ് കല്ല് കയറ്റി വിട്ടിരുന്നത്. ആർക്കും ഒരു ശല്യം ഉണ്ടായിരുന്നില്ല. അതിന് ചേലക്കര കൃഷിഭവന്റെ കീഴിലുള്ള ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഈ സ്ഥലത്ത് വരികയും ഞങ്ങൾ ഇവർ അപേക്ഷ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അപേക്ഷ പ്രകാരം പരിശോധിക്കുകയും, അതായത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ തന്നെ വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, 3 പാടശേഖര സമിതി ഭാരവാഹികൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് LLMC. ആ കമ്മിറ്റി ഇവിടെ വന്ന് പരിശോധിക്കുകയും ഇവിടെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലവും അത് കൃഷിക്ക് ദോഷകരമായി ബാധിക്കും എന്നുള്ളതും കണ്ട് റിപ്പോർട്ട് നൽകിയിട്ടുള്ള ഒരു സ്ഥലത്ത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ ചേലക്കര ഒരു പ്രമുഖമായ സ്ഥലത്ത് ഇത്തരത്തിൽ LLMC നമ്മളുടെ അനുമതി നിഷേധിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി വരെ പറഞ്ഞത്, അതായത് ഇത്തരത്തിൽ ഒരു കാര്യമുണ്ടെങ്കിൽ അതൊന്ന് പുനഃപരിശോധിക്കാനാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. അത്രയേറെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കമ്മിറ്റി, ആ ഒരു കമ്മിറ്റി ഇവിടെ അനുമതി നിഷേധിച്ചപ്പോൾ അതിനെ മറ്റ് നിയമത്തിന്റെ ചില കുറുക്ക് വഴികളിലൂടെ ഈ സ്ഥലത്തേക്ക് ഒരു സുപ്രഭാതം കൊണ്ട് ഈ സ്ഥലം തരം മാറ്റിയെടുക്കുകയും ആ തരം മാറ്റത്തിലൂടെ ഈ ഭാഗത്ത് ഒരു വഴി സാധ്യമാക്കുകയും ചെയ്തു. ഈ വഴി സാധ്യമായില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒരു കോറി സാധ്യമല്ല. സാധാരണ ജീവിതത്തിനെ ശരിക്കും ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടാണ് ഈ കോറിയോട് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വെങ്ങാനല്ലൂർ പ്രകൃതി സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സമിതി രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പരാതികളും മറ്റു കാര്യങ്ങളും ഈ കോറി ഒന്നുകിൽ മാന്യമായി നടത്തുക അല്ലെങ്കിൽ നടച്ചു കൂട്ടുക എന്നുള്ള ഒരു ഇതിൽ നമ്മളൊരു ഒരുപാട് കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു കാര്യം, ഇത് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും പണം മുടക്കി നടത്തുന്ന ഒരു പരിപാടിയാണ്, അതുകൊണ്ട് ഇത് പൂട്ടാൻ പറ്റില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങളുടെ എല്ലാവരും മനസ്സിലുണ്ട്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനേക്കാൾ 1000 കോടി 500 കോടി മുടക്കിയിട്ട് ഇവിടെ തുടങ്ങിയിട്ടുള്ള പല അനധികൃതമായി നടത്തുന്ന സ്ഥാപനങ്ങളും അല്ലെങ്കിൽ കമ്പനികളെല്ലാം ജനങ്ങളെ ദ്രോഹിച്ച് തുടങ്ങിയത് മുതൽ ജനങ്ങളുടെ പ്രതിഷേധം ഒന്നുകൊണ്ട് മാത്രം പൂട്ടിയിട്ടുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊരു സൂചനാ സമരമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഇപ്പൊ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഈ ഒരു സമരം നടത്തിയതുകൊണ്ട് ആ കോറി പൂട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിരന്തരമായ സമരങ്ങളും അതിലൂടെയുള്ള പരാതികളും കോടതി കേസ് കാര്യങ്ങളൊക്കെ വേണം. അതെല്ലാം ഈ സമരസമിതി നോക്കിക്കോളും, കോടതി സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ സമരത്തിന് പങ്കെടുത്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ, അതപ്പോൾ ഘടകൻ പറഞ്ഞ അതാണ്. കാരണം നമ്മളുടെ ഇടയിൽ നമ്മളെ ഭിന്നിപ്പിക്കാൻ, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും ഈ കോറി മാഫിയ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല ആരോപണങ്ങളും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇന്നേ വരെ നമുക്ക് ചിന്തിക്കാനും പോലും പറ്റാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് ഈ സമരസമിതിയിലുള്ളവർക്കെതിരെയും ഈ നാട്ടുകാർക്കെതിരെയും പരസ്പരം തമ്മിലെടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും നിങ്ങൾ ആരും അതിലൊന്നും വീഴരുത്. നമ്മൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമ്മൾ ഈ സമരത്തിന് വിജയിക്കുകയുള്ളൂ. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഇത് ശ്രീകാന്ത് പറഞ്ഞ പോലെ ഇത് നമ്മുടെ നാടാണ്. നമ്മൾ ഇവിടെ ജീവിക്കേണ്ടതും താമസിക്കേണ്ടതും നമ്മളാണ്. ഏതോ രാജ്യത്ത് നിന്ന് വന്ന് അമിതലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ വന്ന് നമ്മുടെ ഇവിടുത്തെ പാര ഖനനം ചെയ്ത് കൊണ്ടുപോയി അമിതലാഭം ഉണ്ടാക്കുന്ന അന്യനാട്ടുകാരല്ല ഇവിടെ ജീവിക്കേണ്ടത്. നമ്മളാണ് ജീവിക്കേണ്ടത്. നമ്മുടെ തലമുറകളാണ് ഇവിടെ ജീവിക്കേണ്ടത്. അപ്പൊ അതിന് നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.